പെട്ടെന്നുള്ളൊരു യാത്രയാണിത് കേട്ടോ. ഒന്നൊരു പ്രത്യേകിച്ച് ഒരു ആലോചിച്ച് തീരുമാനിച്ചിട്ട് പോകുന്ന ഒരു യാത്രയല്ല. പോകണോ വരുന്നോ ചോദിച്ചു. അപ്പോൾ ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളിത് പോകുന്നത് ഏറനാട് എക്സ്പ്രസ്സിലാണ്. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ലക്ഷ്യം. അപ്പോൾ നമ്മൾ രാവിലെ ഏറനാട് എക്സ്പ്രസ്സിൽ കണ്ണൂരിൽ നിന്ന് കയറി. ഇപ്പോൾ ഏകദേശം 9 മണി കഴിയുമ്പോഴത്തേക്കും ഏകദേശം തിരുവനന്തപുരം എത്തി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം സാക്ഷാൽ പത്മനാഭനെ രാത്രിക്ക് തന്നെ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അവിടുന്ന് നമ്മൾ നടന്നു പോയി. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം ഉണ്ടാവും തോന്നുന്നു നടന്നു പോകാൻ. നടന്ന് തന്നെ പോകുന്ന കേട്ടോ. നമ്മൾ കാറോ ബസ്സോ അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു റൂം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ലഗേജസൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ നടന്നിട്ട് തന്നെയാണ് അമ്പലത്തിൽ പോയത്. അതായത് രാത്രിയത്തെ ഒരു വ്യൂവിൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അതാണ് കുളത്തിൻ്റെ അടുത്ത് നല്ല വ്യൂ ഒക്കെ രാത്രി കാണാൻ ഭയങ്കര നല്ല രസമായിരുന്നു കാണാൻ. പകലിൻ്റെ വ്യൂവിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ എടുത്തുള്ളൂ. രാത്രി അതൊന്നും കൂടുതൽ ഭംഗി കാണാൻ. അപ്പം നമ്മൾ അവിടെ തന്നെ ഒന്ന് ചുറ്റിപ്പറ്റി കുറച്ച് സമയം നടന്നു. പക്ഷേ എങ്കിൽ പോലീസുകാർ അങ്ങോട്ടൊന്നും 7 അയലത്ത് പോലും അടുപ്പിക്കുന്നില്ല. ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ വിടില്ല. രാത്രിക്ക് ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ് രാത്രിക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ചെക്കിങ്ങാണ്. അവിടെ അധിക സമയം നിൽക്കാനോ അങ്ങനെയൊന്നും സമ്മതിക്കുന്നില്ല. കുളത്തിൻ്റെ വ്യൂ ആണ് ഇതൊക്കെ. നല്ല കാണാൻ നല്ല ഭംഗിയാണ് രാത്രി കാണുമ്പോൾ. അപ്പോൾ കണ്ടോ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. പോലീസുകാർ 2 സൈഡിലുണ്ട്. പോലീസുകാർ ഭയങ്കര ചെക്കിങ്ങാണ് അവിടെ. നോ എൻട്രി എന്ന് പോലീസിൻ്റെ വെച്ചിട്ടുണ്ടാവും. വേറെ ഏതോ അമ്പലത്തിൽ ഇത്രയും കൂടുതൽ സെക്യൂരിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഈ അമ്പലത്തിൽ അതൊന്നും കൂടുതലുള്ളത്. ഏതായാലും നമ്മൾ പോലീസുകാരുണ്ടെങ്കിലും പിന്നെ കുറച്ച് സമയങ്ങളൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നടന്ന് ഒക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമല്ലേ അവിടെ കാണാൻ. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി മെല്ലെ നടന്നു. കാരണം രാത്രി ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം ഏതാണെന്ന് വെച്ച് പരിധി നടന്നു. അപ്പോഴാണ് ഹോട്ടലിൽ അന്നപൂർണ്ണ കണ്ടത്. വേറെ ഒരു ഡ്രൈവറും കൂടി പറഞ്ഞു അന്നപൂർണ്ണയായിരിക്കും ഫുഡിന് നല്ല സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി 2 നെയ്റോസ്റ്റും ഒരു ബട്ടൂരിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോളാന്നെല്ലാം ടേസ്റ്റ് നോക്കുന്നത്. മോനും ഞാനും നെയ്റോസ്റ്റ് വാങ്ങി. പിന്നെ അവൾ ബട്ടൂര വാങ്ങി. പക്ഷേ അവൾക്ക് അതിൻ്റെ മുകളിലൊന്നല്ല നോട്ടം. അവൾ ആദ്യം നമ്മളെ ഫുഡ് അത്ര ടേസ്റ്റ് ഉണ്ടെന്നാണ് നോക്കിയത്. അപ്പോൾ ഞാനും കഴിച്ചപ്പോൾ എനിക്ക് കൂടുതൽ നെയ്റോസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് കണ്ടത്. അവർ ഒരു ഇലയിൽ തന്നെ തരുന്നു. അതുപോലെ ഒറിജിനൽ ശരിക്കും ഒരു നാടൻ നെയ്യെല്ലാം ഉപയോഗിച്ചിട്ട് അതൊന്നും നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. തിരുവനന്തപുരത്ത് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്ര ഒറിജിനാലിറ്റിയിൽ ഒരു നെയ്റോസ്റ്റ് ഞാൻ എവിടുന്നും കഴിച്ചിട്ടില്ല. ബട്ടൂര ഒരു ഏവറേജ് സാധാരണ എല്ലായിടത്തും കിട്ടുന്നത് പോലെ തന്നെ. അതിന് ചന്ന മസാലക്കറിയാണ്. അതൊരു കറിയും ഒരു ചമ്മന്തിയും കൂടിയാണ് കൊടുക്കുന്നത്. അവളെല്ലാം ടേസ്റ്റ് നോക്കുന്നുണ്ട്. അല്ല ചൂടിലാണ് കിട്ടുന്നത്. ഒന്നും ചൂട് തണിഞ്ഞൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഫുഡ് നമ്മളൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടുന്ന് പുറത്തിറങ്ങി. അതിന് ശേഷം നമ്മൾ താമസ സ്ഥലത്തേക്ക് നമ്മൾ നടന്ന് തന്നെ പോയിട്ട് അമ്പലത്തിൽ നിന്ന് നടന്നു പോകേണ്ട ദൂരത്തിൽ തന്നെ നമ്മൾ താമസിച്ചത്. പക്ഷേ പിറ്റേന്ന് രാവിലെയും മോർണിംഗിലും പോയി നമ്മൾ അമ്പലത്തിൽ കയറി